നിയമവും ശിക്ഷാ നടപടികളും ബോധവൽക്കരണവും ഒക്കെ വർദ്ധിക്കുമ്പോഴും ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രായപൂർത്തിയാകും മുമ്പേ ഇത്തരം അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. ആഗോളതലത്തിൽ 5 പെൺകുട്ടികളിൽ ഒരാളും 7 ആൺകുട്ടികളിൽ ഒരാളും 18 വയസ്സ് തികയുന്നതിന് മുൻപേ ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ടെന്നാണ് ലാൻസെറ്റിന്റെ പുതിയ പഠന റിപ്പോർട്ട്. 1990 മുതൽ 2023 വരെയുള്ള കണക്കുകൾ അപഗ്രഥിച്ചാണ് ലാൻസെറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. US-ലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ ഗവേഷകരാണ് പഠനം നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ് സംഘം പഠനത്തിന് വിധേയമാക്കിയത്. ഗാർഹിക പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതിനാൽ യഥാർത്ഥ കണക്ക് ഇതിലും അധികമായിരിക്കുമെന്ന സൂചനയോടെയാണ് പഠനം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന്റെ വ്യാപനം കണക്കാക്കുമ്പോൾ പെൺകുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ദക്ഷിണേഷ്യയിലാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. സർവേയിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലും പൊതുസ്ഥിതി പരിശോധിച്ചാൽ പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന്റെ 7% 12 വയസ്സിന് മുമ്പും, 41% 16 വയസ്സിന് മുമ്പും, 67% 18 വയസ്സാകുമ്പോഴുമാണ്. ആൺകുട്ടികളുടെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. 14% പേർ 12 വയസ്സാകുമ്പോൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു. 47% പേർ 16 വയസ്സിലും 71% പേർ 18 വയസ്സിലും ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബാല്യത്തിലും കൗമാരത്തിലുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ആഗോളതലത്തിൽ പെൺകുട്ടികളിൽ 18%, ആൺകുട്ടികളിൽ 14% പേർ 18 വയസ്സിന് മുമ്പ് ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1990, 2023 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടവർ 30.8% ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ആഗോളതലത്തിൽ കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും കുറക്കുന്ന ആരോഗ്യ മനുഷ്യാവകാശ പ്രശ്നമാണ്. കൂടാതെ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടാൽ പിന്നെയുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഒരാളുടെ ദീർഘകാല ശാരീരിക മാനസിക ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ അവരുടെ ജീവിതകാലം മുഴുവൻ പിന്തുണയ്ക്കുന്നതിനും ലൈംഗികാതിക്രമമില്ലാത്ത ബാല്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ സേവനങ്ങളും സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും ഗവേഷകർ ആവശ്യപ്പെടുന്നുണ്ട്.